ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ദൃശ്യം 3 എന്ന സിനിമയുടെ തിയേറ്റർ റൈറ്റും അതുപോലെ തന്നെ ഡിജിറ്റൽ സാറ്റലൈറ്റ് റൈറ്റുകളും പനോരമ സ്റ്റുഡിയോസിന് ആശീർവാദ് വിറ്റ കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ ദൃശ്യം 3യുടെ മലയാളം വേർഷൻ ഹിന്ദി വേർഷൻ ഇറങ്ങുന്നതിനേക്കാൾ 2 മാസം മുൻപെങ്കിലും റിലീസ് ചെയ്യുമെന്ന് ജിത്തു ജോസഫും അറിയിച്ചിരുന്നു. ഇപ്പോൾ ആ ഡീൽ എത്ര രൂപയ്ക്കാണ് നടന്നത് എന്നതിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലായും ചർച്ച നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത് 160 കോടിക്ക് മുകളിലാണ് ആശീർവാദ് സിനിമാസ് ഈ ഡീലിലൂടെ സ്വന്തമാക്കിയത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ അറിയിച്ചതുപോലെ കളങ്കാവൽ ഡിസംബർ 5-ാം തീയതിയാണല്ലോ റിലീസ്. അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വിനായകൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇന്ന് മമ്മൂട്ടി കമ്പനി റിലീസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും തീർച്ചയായും കാണുക. ദുൽഖർ സൽമാൻ നായകനായ ഐ ആം ഗെയിം എന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ മുഖത്ത് കൈവച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. എന്താണെന്ന് അതിൻ്റെ സീക്രട്ട് മനസ്സിലാവുന്നില്ല. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. നസ്ലിൻ, ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന സിനിമയിൽ അനവധി പ്രമുഖ നടന്മാർ കാമിയോ റോളിൽ എത്തുന്നുണ്ട്. ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ജോജു ജോർജ് ആക്ഷൻ ത്രില്ലർ സിനിമ വരവ് ഷൂട്ടിംഗ് പൂർത്തിയായി. മൂന്നാർ, മറയൂർ, തേനി, കോട്ടയം ലൊക്കേഷനുകളിലായി നടന്ന ഹൈറേഞ്ച് ഷൂട്ടിംഗ് ആണ് പൂർത്തിയായത്. സുകന്യയുടെ തിരിച്ചുവരവും മുരളി ഗോപി, അർജുൻ അശോകൻ, ബാബുരാജ്, സാനിയ അയ്യപ്പൻ, വാണി വിശ്വ തുടങ്ങിയ വൻ താരനിരയും ഈ സിനിമയിലുണ്ട്. ധനുഷ് 55 എന്ന് പേരിട്ടിരിക്കുന്ന ധനുഷിന്റെ അടുത്ത ചിത്രം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്നു. അമരൻ എന്ന ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് രാജ്കുമാർ പെരിയസ്വാമി. ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പ്രധാന കഥാപാത്രത്തെ ഏൽപ്പിക്കുന്നു എന്ന ശക്തമായ റൂമേഴ്സാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ചിത്രത്തിന്റെ പ്രതിഫലമായി മമ്മൂക്ക 15 കോടി മുതൽ 22 കോടി രൂപ വരെയാണ് കൈപ്പറ്റുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.